ഹരേ കൃഷ്ണ. അങ്ങനെ കുറൂരമ്മയുടെ അടുത്തേക്ക് വൈശാഖ മാസത്തിൽ തന്നെ എത്തിപ്പെടാൻ കഴിഞ്ഞു. ഇവിടെ ഭാഗവത സപ്താഹം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അമ്മ കഴിഞ്ഞിരുന്ന ഈ പവിത്ര ഭൂമിയിലെത്തിയപ്പോൾ ഈ ദൃശ്യം കൗതുകമുണർത്തി. രാജിയമ്മയാണ് തൻ്റെ പേരക്കുട്ടിയോടൊത്ത് ഇരിക്കുകയാണ്. ക്ഷേത്രത്തിനകത്ത് സാക്ഷാൽ ഗുരുവായൂരപ്പൻ തന്നെ വാഴുന്നു വിഗ്രഹത്തിൽ. കുറൂരമ്മയ്ക്ക് വാത്സല്യ ഭക്തിയായിരുന്നു ഭഗവാനോട്. ഓരോ ജീവാത്മാക്കൾക്കും ഓരോ ഭാവത്തിൽ ആണ് ഭഗവാനോട് ഭക്തി തോന്നുക. യേ യഥാമാം പ്രപദ്യന്തേ താം തദൈവ ഭജാമ്യഹം എന്നാണ് ഭഗവത്ഗീതയിൽ പറയുന്നത്. ഓരോരുത്തരും ഏത് തരത്തിലാണോ ഭഗവാനെ ശരണം പ്രാപിക്കുന്നത് അതിനനുസരിച്ച് ഭഗവാൻ പ്രകടമാകും. സ്നേഹത്തിന് മുന്നിൽ ഭഗവാൻ എല്ലാം തരുന്നു. രൂപമുള്ള ഭഗവാൻ പല പല രൂപങ്ങളിൽ അവതരിക്കുന്നു. ഇതുതന്നെയാണ് ഭാഗവതത്തിലൂടെയും നമുക്ക് കാണിച്ചു തരുന്നത്. ജീവിതത്തിലെ പല കഷ്ടനഷ്ടങ്ങളിലും ആ അമ്മ ഭഗവാനെ മുറുകെ പിടിച്ചു നടന്ന ഈ പുണ്യഭൂമിയിൽ എത്തിപ്പെടാൻ കഴിയാത്തവർ എന്തായാലും എത്തിപ്പെടാൻ ആഗ്രഹിക്കണം. ഒരു വട്ടമെങ്കിലും ഇവിടെ എത്തി ആ ഭക്തിയുടെ നൈർമല്യം നമുക്കും ആസ്വദിക്കാം. ഇനി നമുക്ക് ഇവിടുത്തെ മാനേജിംഗ് ട്രസ്റ്റായിട്ടുള്ള സുരേഷ് കുമാർജിയോട് ഈ ക്ഷേത്രത്തിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാം. ഹരേ കൃഷ്ണ. കുറൂരമ്മയുടെ ഇല്ലം സ്ഥിതി ചെയ്തിരുന്ന സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. ഈ സ്ഥലത്ത് ഇപ്പോൾ നിലവിലൊരു ശ്രീകൃഷ്ണ ക്ഷേത്രമാണ്. കുറൂരമ്മ ശ്രീകൃഷ്ണ ക്ഷേത്രം എന്ന പേരിലാണ് ക്ഷേത്രം അറിയപ്പെടുന്നത്. 18 വർഷമായി ഈ ക്ഷേത്രം നിലവിൽ വന്നിട്ട് ഇവിടെ നടത്തിയ രാഷ്ട്രമംഗല പ്രശ്ന ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് ഈ ക്ഷേത്രം പണിയാനുണ്ടായ സാഹചര്യം. അപ്പോൾ ഒരു കാലഘട്ടത്തിൽ കുറൂരമ്മ ജീവിച്ചിരുന്ന കുറൂർ ഇല്ലം സ്ഥിതി ചെയ്തിരുന്ന ആ പുണ്യഭൂമിയിലാണ് ഈ ശ്രീകൃഷ്ണൻ്റെ ക്ഷേത്രം നിലവിൽ വന്നിട്ടുള്ളത്. ക്ഷേത്രം ഭഗവാൻ ഇവിടെ കുറൂരമ്മയ്ക്ക് ഉണ്ണിയായിട്ട് പ്രത്യക്ഷപ്പെട്ട സ്ഥലമായതിനാൽ ഭഗവാനെ ബാലഗോപാല രൂപത്തിൽ പ്രതിഷ്ഠ നടത്തണമെന്ന് അഷ്ടമംഗല പ്രശ്നവിദ്യയിൽ ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ രീതിയിലുള്ളൊരു ബിംബപ്രതിഷ്ഠയും പിന്നെ ഉപദേവന്മാരായിട്ട് ഗണപതി, ദുർഗ, വേട്ടേക്കരൻ എന്നീ ദേവസാന്നിധ്യങ്ങളും ഇവിടെ വന്നത്. ഈ ക്ഷേത്രം 18 വർഷത്തിനിടയിൽ ക്ഷേത്രത്തിൻ്റെ വിവിധ പ്രവർത്തനങ്ങൾ ഇവിടെ വെറും ഇല്ലപ്പറമ്പ് മാത്രമായിരുന്നു. ഷഡാധാര പ്രതിഷ്ഠയോടുകൂടി ക്ഷേത്രം നിർമ്മിച്ചു. തുടർന്ന് നമസ്കാര മണ്ഡപം പണിതു. ചുറ്റമ്പലം, നാലമ്പല പരിധി പണി തീർത്തു. ചെറിയൊരു ഊട്ടുപുര വന്നു. 2 ഭാഗം മതിൽക്കെട്ടിൻ്റെ പണികൾ പൂർത്തീകരിച്ചു. ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്തൊരു നടപ്പുരയും അതിനു മുന്നിൽ ബാക്കിയുള്ള സ്ഥലം മുഴുവൻ നടപ്പന്തലും എല്ലാം തയ്യാറാക്കി. നമ്മുടെ ക്ഷേത്രത്തിലെ നിത്യം ഭാഗവത പാരായണം നടക്കുന്ന ക്ഷേത്രമാണിത്. പൂർണ്ണനാരായണീയം ഇവിടുത്തെ സമിതി തന്നെ നടത്തുന്നുണ്ട്. അതിനു പുറമെ കേരളത്തിലെ പല ജില്ലകളിൽ നിന്നുള്ള നാരായണീയ സമിതികൾ വന്നിട്ട് പല ദിവസങ്ങളിലും സമ്പൂർണ്ണ നാരായണീയ പാരായണം നടത്തുന്നുണ്ട്. ഇപ്പോൾ ഈ വൈശാഖകാലത്ത് തന്നെ 22 ദിവസം സമ്പൂർണ്ണ നാരായണീയായിരുന്നു. ഇപ്പോൾ സപ്താഹം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ വികസന പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷേത്രത്തിൽ നിലവിൽ ക്ഷേത്ര ആരംഭത്തിൽ 35 സെൻറ്റ് സ്ഥലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം രൂപീകൃതമായ ട്രസ്റ്റ്, ഇന്ത്യൻ ട്രസ്റ്റ് ആക്ടിന് കീഴിൽ രൂപീകരിച്ച ട്രസ്റ്റാണ് ഇതിൻ്റെ ഭരണസമിതി. പബ്ലിക് ട്രസ്റ്റാണ്. അത് സമിതി കുറച്ച് സ്ഥലം കുളത്തിന് വേണ്ടി വാങ്ങിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിൻ്റെ മുൻപിലും കുറച്ച് സ്ഥലവും ക്ഷേത്രത്തിൻ്റെ പിൻഭാഗത്ത് കുറേ അധികം സ്ഥലം വാങ്ങിച്ച് അവിടെയാണ് ഊട്ടുപുരയെല്ലാം പണിതത്. ഇനിയും ക്ഷേത്രത്തിന് വികസന പ്രവർത്തനം ചെയ്യണമെങ്കിൽ സ്ഥലപരിമിതിയുണ്ട്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥലം വാങ്ങാൻ ഉദ്ദേശിക്കുകയാണ്. ഇവിടെ വരുന്ന ഭാഗവത സപ്താഹങ്ങൾക്ക് വേണ്ടിയിട്ടും പാരായണ പ്രഭാഷണങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളവർക്കൊക്കെ തങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ക്വാർട്ടേഴ്സ് പണിയുന്നതിന്, പാർക്കിംഗ് സൗകര്യത്തിന്, വലിയൊരു ഊട്ടുപുരയ്ക്ക് വേണ്ടിയിട്ടെല്ലാം നമുക്ക് സ്ഥലം അത്യാവശ്യമാണ്. അതുകൊണ്ട് ഈ അടുത്തിടെ തന്നെ ഒരു സ്ഥലം വാങ്ങേണ്ട കാര്യത്തിലേക്ക് ട്രസ്റ്റ് നീങ്ങുകയാണ്.
ഇതിന് വലിയൊരു സംഖ്യയാണ് വേണ്ടി വരുന്നത്. ഏകദേശം 85 സെൻറ്റ് സ്ഥലമാണ് വാങ്ങുന്നത്. വലിയൊരു സംഖ്യ സ്വരൂപിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സാധിക്കുന്ന ഭക്തർ സാധിക്കുന്ന സംഖ്യയോ ഒരു പ്രോജക്റ്റ് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ പൂർത്തീകരിക്കാൻ സാധിക്കും. അപ്പോൾ അതെല്ലാ കൃഷ്ണഭക്തരും ഇത് മനസ്സിൽ വെച്ച് അത് തയ്യാറെടുപ്പ് നടത്തി സാധിക്കുന്ന പോലെ ആ ഒരു യജ്ഞത്തിൽ പങ്കാളികളാകാനും ഭഗവാന് ഭൂമി സമർപ്പണം എന്ന രീതിയിൽ ചിന്തിച്ചുകൊണ്ട് അതിൽ പങ്കാളികളാകാനും അപേക്ഷിക്കുകയാണ്. ക്ഷേത്രത്തിലെ കോൺടാക്റ്റ് ചെയ്യണമെങ്കിൽ 94 47 66 97 84 എന്ന നമ്പറിലോ 94 46 68 52 68 എന്ന നമ്പറിലോ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ 2 നമ്പറാണ്. വിശദ വിവരങ്ങളും സംഭാവന സമർപ്പണമായി ചെയ്യേണ്ട വിവരങ്ങളും നൽകുന്നതായിരിക്കും. പണം ബാങ്ക് അക്കൗണ്ടിലേക്ക് തരേണ്ടതുള്ളൂ. ക്യാഷായിട്ട് പരമാവധി വാങ്ങില്ല. അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്ത് തരികയേ വേണ്ടൂ. ഈ ഒരു യജ്ഞത്തിൽ എല്ലാവരും ഒന്ന് പങ്കാളികളാണെന്ന് സവിനയം അഭ്യർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.